ഹലോ എവിടെ നോക്കിയാലും 5 ഇൻ ടോട്ട് കേക്ക് ഡ്രീം കേക്ക് 5 ഇൻ ടോട്ട് കേക്ക് ഡ്രീം കേക്ക് എന്നാണല്ലോ അല്ലേ രണ്ടും ഒന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ട്രെൻഡിങ് കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ 2 ദിവസമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ പനി കാരണം 2 ദിവസം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ടൈം കിട്ടിയില്ല അപ്പോൾ ഇന്നൊന്ന് തല കുറച്ച് ചെറുതായിട്ടൊന്ന് പൊക്കി തുടങ്ങിയപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി ഇതാ 1 kg ഡ്രീം ടിന്നാണിത് ഇത് ഹാഫ് kg അവൈലബിൾ ആണ് കേട്ടോ ഗോൾഡിൽ റെഡിൽ അതുപോലെ സിൽവറിൽ അപ്പോൾ ഈ ഒരു ടിന്ന് 1 kg ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പീസായിട്ട് ഇതല്ലാതെ വേറെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റ് ഇതിലുള്ള ഡബ്ബകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പക്ഷേ ഇതിലാകുമ്പോൾ ഒന്നും കൂടെ സ്റ്റാൻഡേർഡ് ആണെന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു 3/4 kg കേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈസ് കട്ട് ചെയ്യേണ്ടത് പറഞ്ഞുതരാം അപ്പോൾ ശരിക്കും 1 kg കേക്ക് തന്നെ വേണം അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ ഇതിൽ നമ്മൾ കാണിച്ചു തരാം ഇതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗമല്ല ഞാൻ താഴത്തെ ഭാഗമാണ് എടുത്തത് ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ഇനി ഹാഫ് kg ബാറ്റർ 1 kg ടിന്നിൽ ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കാം ചിലവർ ഈ ടിന്നിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നവരുണ്ട് അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതിലേക്ക് 150 ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് 150 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തത് ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കുള്ള ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടും വെറും ഡാർക്ക് ആകുമ്പോൾ നല്ല ഹെവി ചോക്ലേറ്റ് കൈപ്പരസം വരും ചിലർക്കത് പറ്റണമെന്നില്ല വെറും മിൽക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കുറയും അപ്പോൾ രണ്ടും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇതിലേക്ക് സെയിം അളവിൽ തന്നെ ഫ്രഷ് ക്രീം 300 ഗ്രാം എടുക്കുക ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കുക വിപ്പിംഗ് ക്രീമും വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഫ്രഷ് ക്രീമാണ് പിന്നെ അതുപോലെ നല്ല ഗ്ലേസിങ്ങും ഫ്രഷ് ക്രീമാണ് നമ്മൾ ടഫിൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മുകളിലൊക്കെ ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒഴിക്കാൻ നോക്കുക അപ്പോൾ നല്ല ഗ്ലേസിങ് കിട്ടും വിപ്പിംഗ് ക്രീം മാക്സിമം ഉള്ളിലൊക്കെ ഫില്ല് ചെയ്യണതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യുക പുറത്ത് മാക്സിമം ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള ഗണാഷ് യൂസ് ചെയ്യുക ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണേ ഇനി 1 ടേബിൾ സ്പൂൺ ജലാറ്റിനിലേക്ക് 1 ടേബിൾ സ്പൂൺ വാട്ടർ സോക്ക് ചെയ്ത് വെക്കുക ഈ സമയം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലായിട്ട് ഡബിൾ ബോയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മുകളിലേക്ക് വെച്ച് കൊടുത്തു ബോറോസിലിൻ്റെ ബൗളാണ് ഞാൻ യൂസ് ചെയ്തത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുൾ ടൈം ഇതിൽ തന്നെ മെൽറ്റ് ചെയ്യണമെന്നില്ലേ അപ്പോൾ ഏകദേശം കുറച്ച് ചൂടായി കഴിഞ്ഞാൽ തന്നെ ഈ ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ മെൽറ്റ് ചെയ്തെടുത്തത് ബോറോസിലിൻ്റെ ബൗള് നന്നായിട്ട് ഹീറ്റായിട്ടുള്ള സമയമാണ് തീൻ്റെ ആവശ്യമൊന്നുമില്ല ആ ചൂടിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടും പിന്നെ ഈ ഒരു ബോറോസിലിൻ്റെ ബൗള് സ്റ്റീം ചെയ്യണ ഭാഗത്ത് താഴെ ഭാഗത്ത് മാത്രമേ ചൂടുണ്ടാവുള്ളൂ കേട്ടോ കൈ കൊണ്ടൊക്കെ നമുക്ക് ഈ സൈഡിലൊക്കെ പിടിക്കാൻ പറ്റും അപ്പോൾ അത് വിചാരിച്ചിട്ട് പിടിക്കുന്നവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നല്ല ഗ്ലേസിങ് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ബട്ടർ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് അപ്പോൾ ട്രഫിളിനും ഇതാണ് ബെറ്റർ ഇനി ഇത് കൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക അപ്പോഴേക്കും നമ്മുടെ ജലാറ്റിന് നന്നായിട്ട് പൊതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് മെൽറ്റ് ചെയ്തെടുക്കണം അതിന് മുന്നായിട്ട് ഞാൻ ഡ്രീം കേക്കിൻ്റെ ടിന്നെടുത്ത് അതിലേക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ 3/4 kg കേക്ക് ആയതുകൊണ്ട് തന്നെ ബാക്കി കുറച്ച് ഭാഗം സ്പൈസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ നേരത്തെ മാറ്റി വെച്ചതുണ്ടല്ലോ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്ക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെയൊന്നും കട്ട് ചെയ്യുമ്പോൾ അറിയില്ല വൈറ്റ് ക്രീം കേക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ സ്പഞ്ചിന് പകരം വൈറ്റ് സ്പഞ്ച് എടുത്താൽ മതി പിന്നെ ചോക്ലേറ്റിൻ്റെ പകരമായിട്ട് വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്താൽ മതി മുകളിൽ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാൽപ്പൊടി യൂസ് ചെയ്താൽ മതി ഇത്രേ ചേഞ്ച് വരുത്തോണ്ടുള്ളൂ കേട്ടോ ഇത്രയും സ്പേസ് നമ്മുടെ ടിന്നിലുണ്ട് മുകളിലത്തെ ലൈന് വരെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത് ഇനി ഇതിൻ്റെ സിറപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1/3 കപ്പിൻ്റെ 3/4 ഭാഗം നേരത്തെ ഉണ്ടാക്കി വെച്ച ഗണാഷ് എടുത്തിട്ട് ബാക്കി ഭാഗം ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നില്ല ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടച്ച് പോകുന്നുണ്ട് പിന്നെ അതുപോലെ കേക്ക് ഒന്നും കൂടെ ഈട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സിറപ്പാണ് നല്ലത് അപ്പോൾ ഇനി ജലാറ്റിൻ മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഡബിൾ ബോയിൽ ചെയ്യാൻ ഉപയോഗിച്ച അതേ ചൂടുവെള്ളം ഞാൻ മറ്റൊരു പാനിലേക്ക് ഒഴിച്ച് അതിൽ ജലാറ്റിൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ സമയം 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട പീക്ക് ലെവലിലേക്ക് ബീറ്റ് ചെയ്തെടുത്താൽ മതി
പീക്ക് ലെവൽ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് നമ്മൾ സാധാ കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്യേണ്ടെന്ന് അർത്ഥം. ഞാനത് കാണിച്ചു തരാം. ഫുൾ സ്പീഡിൽ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ ഏകദേശം ഒരു ലൂസ് കൺസിസ്റ്റൻസി, എന്നാൽ ഫുള്ളായിട്ട് സ്റ്റിഫ് ആകണ്ട എന്നാണ് പറയുന്നത്. അത്യാവശ്യം ഈ ഒരു ലെവലിൽ സ്പാച്ചിലെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിലേക്ക് ചോക്ലേറ്റ് ഗണാഷും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ ലൂസാവും. അപ്പോൾ അത് കറക്റ്റാകും. ഇനി ഇതിൻ്റെ അത്ര ലൂസ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പറ്റ ലൂസാകരുതല്ലോ, ചെറുതായി ലൂസ് ഇനി ഇതിലേറെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ച ഗനാഷിൽ നിന്ന് എടുത്ത ഗണാഷ്, ഇതിലേക്ക് നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ച എന്നാൽ ഇളം ചൂടുള്ളതുമായ ജലാറ്റിനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ജലാറ്റിന് ചേർക്കുമ്പോഴാട്ടോ കറക്റ്റ് മോസാകുന്നത്. ഇനി ജലാറ്റിൻ ചേർക്കാതെ ഇതുപോലെ ഗണാഷും വിപ്പിംഗ് ക്രീമും അടിച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ മോസായിട്ടുള്ളൊരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടാവും. ഏകദേശം ടേസ്റ്റ് എങ്ങനെ ആയാലും രണ്ടും സെയിം തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുക. ഇതിൻ്റെ മോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ രീതിയിൽ തന്നെ ഉണ്ടാക്കുക. ശേഷം പീക്ക് ലെവലിൽ ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമിലേക്ക് ഗണാഷ് ആഡ് ചെയ്ത് കൊടുത്ത് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് സിറപ്പും കൂടെ കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്ത് ഒരു നൈഫ് വെച്ചിട്ട് നന്നായിട്ട് താഴേക്കാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഷുഗർ സിറപ്പും വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ പാലും ഷുഗർ സിറപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. വിപ്പിംഗ് ക്രീമും ഷുഗർ സിറപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പോലെ ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് മോസും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് ലെവലാക്കി കൊടുക്കുക. ഏകദേശം ഇതിവിടെ ലെവലായി. ഇനി ഇത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കാം. ഞാൻ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നേരത്തെ പെട്ടെന്ന് ആകണം എന്നുള്ളവർക്ക് ഫ്രീസറിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഏറ്റവും സാവധാനം ആകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഗണാഷ് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഞാൻ സ്പാച്ചിലിട്ട് ചെയ്തപ്പോൾ കേട്ടോ ആ ഭാഗം കട്ടായി കാണുന്നത്. ഇത് ഇനി ഞാൻ റാപ്പ് ചെയ്ത് കണ്ട് സൂക്ഷിക്കുകയാണ് പുറത്തന്നെ റൂം ടെമ്പറേച്ചറിൽ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചോക്ലേറ്റിൽ ടച്ച് ചെയ്തിട്ട് വേണം ആദ്യത്തെ റാപ്പ് കോട്ടിങ് ചെയ്യാൻ. പിന്നെ രണ്ടാമത് ഇങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്. ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി, കാരണം നമുക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി കുറച്ച് ഹെസൽനട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ചെറിയ പീസാക്കി എടുക്കണം, കാരണം ഇങ്ങനെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ചോക്ലേറ്റിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. വലിയ പീസാകുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര ടേസ്റ്റ് ഇല്ല. ഇങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവും ചെയ്യും. നമ്മൾ ഫെറാറി റോച്ചറൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകും. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആകും ചെറിയ പീസുകളായതുകൊണ്ട്. പിറ്റേ ദിവസം ഗണാഷ് എടുക്കുമ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ. ഇത് പൈപ്പിംഗ് ബാഗ് കൺസിസ്റ്റൻസിയിലാക്കണം എന്നുണ്ടെങ്കിൽ 1:2 എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. ഇത് ഞാനൊന്നും കൂടെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മതി. ബാക്കി ആ ബൗളിൻ്റെ ചൂടിൽ തന്നെ മെൽറ്റ് ആയിക്കോളും. നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ടിന്നൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ അത്യാവശ്യം ചൂടാറിക്കഴിഞ്ഞ് ഗണാഷ് ഒഴിക്കണം. അതിലേക്ക് ഹെസൽനട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം.
ഇതാ ഇതുപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ അളവിൽ കറക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ചെയ്താൽ മതി. എല്ലാം അത്യാവശ്യം വേണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചില സമയത്ത് ഗണാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് കുറച്ച് കുറയേ. അപ്പോൾ ഇത് അങ്ങനെ സ്പ്രെഡാക്കി ചെയ്ത ശേഷം ടിന്നടിച്ചിട്ട് ഇനി ഒരു 5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ള സമയമായി തുടങ്ങുന്ന സമയത്ത് ഒരു 100 ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഇതാ കണ്ടോ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ബൗള് സെപ്പറേറ്റ് ആക്കി വെച്ച ശേഷം ഇതാ ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് മെൽറ്റാക്കി കഴിഞ്ഞാൽ മതി. കാരണം ബോറോസിൻ്റെ ബൗളിന് ചൂട് അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഇതാ അതും കൂടെ മെൽറ്റായി കഴിഞ്ഞു. ചോക്ലേറ്റ് മെൽറ്റായി കഴിഞ്ഞാലും സ്പാച്ചുല വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്നും കൂടെ അങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുത്ത് നോക്കുക. അപ്പോൾ ഒന്നും കൂടെ ചോക്ലേറ്റ് സ്മൂത്ത് ആകും. നമ്മൾ എത്രത്തോളം അലക്കുന്നോ അത്രത്തോളം സ്മൂത്ത് ആകും ഇത്. ടിന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇതാ തുറന്ന് നോക്കുമ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിക്കണം. 100 ഗ്രാം മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം കട്ടിയില്ലാതെ ചോക്ലേറ്റ് ഒഴിക്കുകയാണ് കേട്ടോ ടേസ്റ്റ്. പെട്ടെന്ന് സ്പ്രെഡാക്കി കഴിയണം ഇതിൻ്റെ മുകളിൽ. വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആകും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഇത് നൈഫ് ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ട് സ്പ്രെഡാക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ. ഓവർ കട്ടിയായി കഴിഞ്ഞാൽ അത് പൊട്ടിക്കാൻ കുറച്ചൊരു റിസ്ക് ആവും. ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ ചെറിയ കട്ടയും എന്നാൽ സ്മൂത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇതുപോലെ ഒരു നൈഫ് ചൂടാക്കിയ ശേഷം വീണ്ടും ഇതിനൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ സ്റ്റെൻസിൽ വെച്ചിട്ട് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അരിപ്പയിലിട്ടിട്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടമായില്ല. അപ്പോൾ ഞാനിത് എടുത്തിട്ട് വീണ്ടും സാധാ പോലെ തന്നെ നോർമലി സ്പ്രെഡ് ചെയ്തെടുത്ത് മുഴുവനായിട്ടും. അപ്പോൾ ഡ്രീം കേക്ക് ടിന്നൊക്കെ ഒന്ന് സൈഡിലൊക്കെ ക്ലീൻ ആക്കി അതിൻ്റെ മുകളിൽ ഹസാൽനട്ട് കട്ട് ചെയ്തെടുത്തും ഒരു ഹസാൽനട്ട് കട്ട് ചെയ്യാതെയും വെച്ചു. പിന്നെ അടിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.